കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു എട്ടിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 16ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൊബൈൽ ഫോൺ താഴെ വീണിട്ട് ചളിക്കീ വിളിക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് തന്നെ അതിൽ ഫോർവേഡ് ചെയ്യേണ്ട കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫോൺ പൊട്ടിയതോടെ ഞാൻ ആകെപ്പാട് പെട്ടുപോയി. പിന്നെ ഒട്ടും ആലോചിച്ച് സമയം കളഞ്ഞില്ല കേട്ടോ. നമ്മൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് ഞാൻ ഡിസ്പ്ലേ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിൻ്റെ സെൻറ്റർ കേസ് പോയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കേട്ടോ. എങ്കിലും അപ്പോഴത്തെ അത്യാവശ്യം നടക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തത്. എന്തായാലും ഞാൻ ഈ ഫോൺ മാറാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്ര പെട്ടെന്ന് മാറേണ്ടി വരുന്നു ഞാൻ വിചാരിച്ചില്ലേ. നമ്മൾ S26 ഇറങ്ങുമ്പോഴത്തേക്ക് എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഫോൺ എടുത്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ഇട്ട് വന്നത് നമ്മളുടെ വിവോയുടെ X300 ഇല്ലേ, അത് എടുക്കണം എന്നായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിലെത്തിയപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ നേരെ ഒപ്പോൻ്റെ ഫൈൻഡ് X9 സീരീസിലെ അതിലേക്ക് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും അത് വേസ്റ്റ് ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 വീക്സ് ആയിട്ട് ഞാൻ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ല ക്യാമറ ക്ലാരിറ്റി ഉള്ള ഒരു ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുടവ കൊടുക്കാൻ പോകുന്ന ആ ഒരു പാർട്ട് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല, എനിക്ക് എല്ലാ ക്ലിപ്പിംഗ്സും ഒന്നും കിട്ടിയതൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്തതിനിടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ കളക്ട് ചെയ്ത് വന്നിട്ട് നമ്മളുടെ വീഡിയോ ഞാൻ സെറ്റാക്കി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല ഐശ്വര്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഷോപ്പിൽ ഈ ഫോൺ ആദ്യം എടുക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഷോപ്പിൽ മാത്രമാണോ വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ നിന്നാണ് ഒപ്പോന് ഒരു ഇയർ ബഡ്സ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അയ്യോ, അപ്പോൾ ഞാൻ ഫോൺ എടുത്ത ഷോപ്പിൻ്റെ പേര് പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓച്ചറിലുള്ള പ്ലാനറ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫോൺ എടുത്ത സന്തോഷത്തിൽ നല്ല നെയ്ച്ചോറും കോഴി പൊരിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.